വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് ആ വാർത്ത. റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ BJPയിൽ നേതൃമാറ്റത്തിന് നീക്കം. സംസ്ഥാനത്ത് നേതൃത്വമാറ്റം അനിവാര്യമെന്ന നിലപാടിലാണ് BJP ദേശീയ നേതൃത്വം. പുതിയ അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കുമെന്നാണ് വിവരം. പരിഗണനാ പട്ടികയിൽ ആരൊക്കെയാണ്? റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് BJP നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പരിഗണനാ പട്ടികയിലുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. നേതൃപദവി സംബന്ധിച്ച് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് തേടിയെന്നാണ് സൂചന. രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം MT രമേശിന്റെ പേരും പരിഗണനയിലുണ്ട്. പി ആർ സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലേക്ക് ദേശീയ നേതൃത്വം അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ BJP നേതൃത്വം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അമിത്ഷായുടെ മുന്നിൽ അവതരിപ്പിച്ചതായാണ് നമ്മുടെ സൂചന. അങ്ങനെയാണെങ്കിൽ പട്ടികയിലെ രണ്ടാം പേരുകാരൻ MT രമേശിനെ നറുക്കുവിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക വിലയിരുത്തൽ. പി ആർ സുനിൽ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, സംസ്ഥാന BJPയിൽ മാറ്റം അനിവാര്യമാണ് എന്ന് തന്നെയാണ് BJP ദേശീയ നേതൃത്വം കണക്കാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകളാണ് ദില്ലിയിൽ തുടരുന്നത്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത പ്രകടനം സംസ്ഥാനത്ത് BJP കാഴ്ചവെച്ചിരുന്നു. അതേസമയം അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ ഗ്രാഫ് കുത്തനെ താഴുന്നൊരു സാഹചര്യമാണ്. പ്രതീക്ഷ വെച്ച പാലക്കാട് സീറ്റ് BJPക്ക് കിട്ടിയുമില്ല. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിലവിലെ നേതൃനിരയുമായി മുന്നോട്ട് പോകുന്നത് ഗുണം ചെയ്യില്ല. സംസ്ഥാന BJPയുടെ മുഖം മാറണം എന്നൊക്കെയാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ, വിലയിരുത്തൽ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ദില്ലിയിൽ തുടരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരവധി നേതാക്കളുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായും 2 ദിവസം മുൻപ് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന BJPയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം അമിത്ഷാ തേടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത നേതാവാണ്. വെറും 23 ദിവസം കൊണ്ട് വിജയത്തിന് അരികെ വരെ എത്തിയ ഒരു പ്രകടനം തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചിരുന്നു. ഈ ഒരു സാഹചര്യം BJP വളരെ ഗൗരവത്തോടെ, വളരെ പ്രതീക്ഷയോടെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് സാമുദായിക സംഘടനകളുമായി നല്ല അടുപ്പമുള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായങ്ങളുമായി നല്ല അടുപ്പമുള്ള രാജീവ് ചന്ദ്രശേഖറിനെ ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സംബന്ധിച്ച ആലോചന BJP നേതൃത്വം നടത്തുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം തേടുകയും അദ്ദേഹത്തിന് പറയാനുള്ളത് അമിത്ഷാ കേൾക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനോട് അത്ര താല്പര്യമല്ല രാജീവ് ചന്ദ്രശേഖർ അമിത്ഷായെ അറിയിച്ചത്. കാരണം ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ മുഴുവൻ സമയവും കേരളത്തിൽ തുടരേണ്ട ഒരു സാഹചര്യം വരും. മാത്രമല്ല സംസ്ഥാന BJPയിലെ ഗ്രൂപ്പ് ഒക്കെ തന്നെ വലിയ വിഷയമാണ് എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖറുമായി അടുത്ത വൃത്തങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും സംസ്ഥാന BJPയിൽ ഒരു പുതിയ മുഖം വേണം എന്നാണ്. കാരണം ഇപ്പോഴത്തെ ഒരു നേതൃനിരയുമായി മുന്നോട്ട് പോയാൽ ഇനിയും നിലവിലെ സാഹചര്യങ്ങൾ ആവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ മാറ്റം, വലിയൊരു കുതിച്ചുചാട്ടം BJPക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും എല്ലാ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുമ്പോഴും കേരളത്തിൽ മാത്രം യാതൊരു പരീക്ഷണവും BJPയെ സംബന്ധിച്ച് വിജയിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ പുതിയൊരു മുഖം മാറ്റം വരുത്തി BJPയെ ഒരു മുന്നോട്ട് നയിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും
കഴിയുമോ എന്നതാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു നേതാക്കളെ പാർട്ടിയുടെ നേതൃസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ BJP ആലോചിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം അമിത്ഷാ അറിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉടൻ തന്നെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കും. രാജീവ് ചന്ദ്രശേഖരൻ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നേതൃമാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഗോവയിൽ തന്നെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചയാളാണ് ഇപ്പോൾ കേരളത്തിന്റെ ഗവർണറായി എത്തിയിരിക്കുന്നത് ആർലേക്കർ. ക്രിസ്ത്യൻ സമുദായാംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടാവുകയും ഗോവയിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായി നടപ്പാക്കുകയും മനോഹർലാൽ പരിക്കറിനൊപ്പം തന്നെ ആ രാഷ്ട്രീയ നീക്കത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത നേതാവാണ്. അപ്പോൾ ഗവർണറായിട്ട് ആർലേക്കർ എത്തുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾക്കിടയിലും ആഴത്തിൽ വേരോട്ടമുള്ള അവരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന, എന്നാൽ കേരളത്തിലെ യുവാക്കളെയും അതേപോലെ തന്നെ മധ്യവർഗത്തെയും കൂടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു നേതാവ് എന്ന പരിഗണനയായിരിക്കാം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചിട്ടുണ്ടാവുക. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ച വോട്ടുകളിൽ ഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള ഒരു മധ്യവർഗ നഗര കേന്ദ്രീകൃത വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളുമായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് കേരളത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ തുടക്കക്കാരനാവാൻ രാജീവ് ചന്ദ്രൻ ക്ഷണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതിൽ താല്പര്യക്കുറവ് അറിയിച്ചാൽ പിന്നെ സ്വാഭാവികമായും സാധ്യത MT രമേശിനായിരിക്കും എന്നാണ് അവർ കരുതേണ്ടത്. തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം, നിലപാട് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നമ്മൾ മനസ്സിലാക്കുന്നത് മുഴുവൻ സമയവും കേരളത്തിൽ തുടർന്നുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടി വരും. അതിന് അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു BJPയുടെ രാഷ്ട്രീയ സാഹചര്യം കൂടി ആശങ്കയായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പരിഹരിക്കാം, ഇതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുകയും ഒരുപക്ഷെ ഈ ചുമതല ഏറ്റെടുക്കണം എന്ന് രാജീവ് ചന്ദ്രശേഖറോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്താൽ കാര്യങ്ങൾ മാറും. ഏതായാലും രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഏറെ നിർണായകമാണ്. രാജീവ് ചന്ദ്രശേഖർ അല്ലാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായും രണ്ടാമത്തെ പേരായി പരിഗണിക്കുന്നത് MT രമേശിന്റെ തന്നെയാണ്. BJP സംഘടനാപരമായി സംഘടനാ പാഠവുമുള്ള ഒരു നേതാവാണ്, മുതിർന്ന നേതാവാണ്. നിലവിൽ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന വളരെ കരുത്തനായ ഒരു നേതാവ് തന്നെയാണ് MT രമേശ്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. BJP ദേശീയ തലത്തിലും വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. JP നദ്ദ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറും. പുതിയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾ BJPയിൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മാറ്റങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ നേതൃമാറ്റവും BJP നേതൃത്വം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നുണ്ട്. അതേ രീതിയിൽ കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ ഒരു പരീക്ഷണം നടത്തിയേ മതിയാകൂ എന്നൊരു തീരുമാനത്തിലേക്ക് വരികയാണ് BJP. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ യുവാക്കളെ ആകർഷിക്കാൻ കഴിയും, മധ്യവർഗത്തെ ആകർഷിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ വ്യാവസായിക രംഗത്തായാലും പുതിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയും രാജീവ് ചന്ദ്രശേഖറിലൂടെ എന്നൊക്കെയാണ് BJP കണക്കാക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ഫേസ് കേരളത്തിന്റെ മുഖമായി BJPക്ക് വരികയാണെങ്കിൽ അത് വലിയ നേട്ടമാകും എന്ന് BJP നേതൃത്വം കണക്കാക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യം ഒരു തീരുമാനമായി വരുമോ എന്നത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഉടൻ തന്നെ കേരളത്തിലെ നേതൃമാറ്റം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം BJP നേതൃത്വം നടത്തും. അതിന്റെ ചൂട് പിടിച്ച ചർച്ചകൾ ദില്ലിയിൽ തുടരുകയാണ്. താങ്ക് യു. PR സുനിലിന്റെ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. BJP സംസ്ഥാന നേതൃത്വം മുഖം മാറ്റാനെത്തുന്നു. സ്വാഭാവികമായും തലമാറുമ്പോൾ തലവരെ മാറുമോ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയായിരിക്കും ആ മാറ്റം കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കുന്നത്. അമിത്ഷായുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അമിത്ഷാ ഓരോ സംസ്ഥാനത്തെയും സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ ഘടകങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചിട്ടായിരിക്കും അവിടേക്ക് ഒരു നായകനെ കൊടുക്കുക. അണ്ണാമലയെ കൊണ്ടുവന്നുള്ള പരീക്ഷണം അത് ഇപ്പോൾ വേറൊരു തലത്തിലെത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെയും ആ പരീക്ഷണം ആവർത്തിക്കും. അതിന് പറ്റുന്ന നേതാവ് എന്ന നിലയിൽ, സാധ്യമായവരിൽ വെച്ച് പറ്റുന്ന നേതാവ് എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് വളരെ സ്വാഭാവികമായിരുന്നതാനും. കാര്യം തിരുവനന്തപുരം പോലൊരു
മണ്ഡലത്തിൽ അസാധ്യമായ പ്രകടനമാണ് 23 ദിവസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത്. IT മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെക്നോളജിക്കൽ വൈഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രവുമല്ല ക്രിസ്തീയ സമുദായ അംഗങ്ങളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. ഒരു മധ്യവർഗ സമൂഹത്തെ കയ്യിലെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പുതിയ BJPയുടെ ഫേസായി രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കുന്നതിൽ രാഷ്ട്രീയമായിട്ടും തെറ്റ് നമ്മൾ കാണുന്നില്ല. പക്ഷേ അറിയേണ്ടത് BJPക്കുള്ളിലെ ഗ്രൂപ്പ് വിഭാഗീയതകളൊക്കെ എങ്ങനെയായിരിക്കും ഇനി രാജീവ് ചന്ദ്രശേഖരാണ് വരുന്നതെങ്കിൽ മറികടക്കുക എന്നതാണ്. MT രമേശ് വരികയാണെങ്കിൽ മറുപക്ഷത്തിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ പുതിയ ആളെത്തും എന്നാണ് ഇപ്പോൾ PR സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ദില്ലിയിൽ നിന്നും.